ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ സ്കൂളൊക്കെ ജൂൺ തുറക്കാറായല്ലോ. പിന്നെ മെയ് 25 ബർത്ത്ഡേ ആണ്. അപ്പോൾ എല്ലാവരും വിഷ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്താ പറയുക, ജൂണിൽ സ്കൂൾ തുറക്കണ സമയത്ത് അപ്പോഴേക്കും കടയിലൊക്കെ ഇതൊക്കെ കുറവായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇപ്പോൾ തന്നെ കുറച്ച് സാധനങ്ങൾ മേടിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇന്നലെയാണ് മേടിച്ചത്. ഇന്നലെ എൻ്റെ ചേച്ചിക്ക് സ്കൂൾ യൂണിഫോം എടുക്കാമെന്ന അടുത്ത് മേടിച്ചതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ സാധനത്തിലോട്ട് കിടക്കാം. ഗൈസ്, ഈ ഒരു നല്ല ഭംഗിയല്ലേ. ഇത് കുപ്പിയാണ്. ഇത് എനിക്ക് സ്ട്രോയുള്ള കുപ്പിയിട്ടാണ്. ഇത് ചേച്ചിക്കില്ല, ചേച്ചിക്ക് വേറെ 7ത്തെ ഒരു ഇതുണ്ട്. അത് നല്ലതാണ്. അത് കാരണം ചേച്ചിക്ക് വേണ്ടെന്ന് പറഞ്ഞു, ഞാൻ എടുത്തു. ഇതേ ഞാൻ പുതിയത് മേടിച്ചതാണ്. ഇതിൻ്റെ ഇതെന്താണെന്ന് വെച്ചാൽ കണ്ടോ, കുടിക്കാം. കുടിക്കാം. എങ്ങനെയുണ്ട്? സീനല്ലേ. പിന്നെ ഇതേ സ്ട്രോ ഉണ്ട്. സ്ട്രോയുടെ അടിയിൽ കണ്ടു ഇങ്ങനത്തെ ഒരു സാധനം. അതെനിക്ക് അറിയില്ല എന്താണ്. അതവിടെ ഇരിക്കട്ടെ. നമുക്ക് പിന്നെ വേറെ സാധനം കാണാം ഗൈസ്. പിന്നെ എൻ്റെ യൂണിക്കോണിൻ്റെ ബോക്സാണ്. യൂണിക്കോണിൻ്റെ ബോക്സാണ് ഇത്. ക്ലിക്ക് ചെയ്യുന്നു, തുറക്കുന്നു, ചെത്തുന്നു. പിന്നെ ഇത് തുറക്കുന്നു, ചെത്തിയ സാധനം കളയുന്നു, വീണ്ടും അടയ്ക്കുന്നു, ഇതും അടയ്ക്കുന്നു. സെറ്റ്. പിന്നെ ഇതിൻ്റെ ഉള്ളിലെ ഏറ്റവും പ്രത്യേകതരമായിട്ടുള്ള സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാൽക്കുലേറ്ററാണ്. ഇതുണ്ടോ, കാൽക്കുലേറ്ററാണ്. പിന്നെ ഇത് എന്താ സാധനം ആർക്കും പിടിയിട്ടുണ്ടാവില്ല. ആ സാധനമാണ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് അടുത്തത് കാണാം. അടുത്തത് ചേച്ചിയുടെ എൻ്റെ ചേച്ചിയുടെ പൗച്ചാണ്. ചേച്ചിക്ക് പൗച്ച് മതിയെന്ന് പറഞ്ഞു. ഇതാ. പക്ഷെ പഞ്ഞി അതിൻ്റെ ഉള്ളിൽ കയറ്റിയേക്കാൻ നടത്താം. 2 സിബ് ഉണ്ട്. ഇതൊരു ഡിസൈൻ അത്രേ ഉള്ളൂ. ബാക്കി അതിൻ്റെ ഉള്ളിലൊന്നും ഇല്ല. അടുത്തെടുക്കാം. അടുത്തത് ബുക്കിന് ഇടാൻ വേണ്ടിയിട്ട് ചട്ട. 2 ചട്ട മേടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ചട്ട ബുക്ക് പൊതിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത്തെ ചട്ട യൂസ് ചെയ്ത് എടുക്കാം. പിന്നെ ഞങ്ങൾ കുട മേടിക്കാമെന്നാണ് വിചാരിച്ചത്. കുട നല്ല രസമായിരിക്കും അത്. അപ്പോൾ അമ്മ പറഞ്ഞു, ഇപ്പോൾ നമുക്ക് വണ്ടിയിൽ പോവുകയാണെങ്കിലും റെയിൻകോട്ട് യൂസ് ചെയ്യില്ലെങ്കിലും വണ്ടിയിൽ മഴയത്ത് പോവുകയാണെങ്കിൽ റെയിൻകോട്ട് യൂസ് ചെയ്യാമല്ലോ. പിന്നെ ഒരെണ്ണം കൂടി മേടിച്ചാൽ പോരാ അമ്മയ്ക്ക്. അങ്ങനെ പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു വൈറ്റ് കണ്ടു. എങ്ങനെയുണ്ട്? കൊള്ളാമല്ലേ? അത് രണ്ടാമതെടുക്കാം. എത്ര 1 2 3 4 5 6 ആറാമത് ഈ ജെൽ പെന്നാണ്. ജെൽ പെൻ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വേറൊരു പേനയും കൂടി ഉണ്ട്. അത് ഞാൻ എടുക്കും. ബാക്കി എല്ലാ ചേച്ചിക്കും എടുക്കും. അല്ല സോറി, അതിൽ ഈ പ്രത്യേകതര പെന്നും പിന്നെ ബാക്കിയുള്ള പെന്നും ഞാൻ എടുക്കും. അങ്ങനെയുണ്ട്. ഇരിക്കട്ടെ. ഇങ്ങനത്തെ പെന്നാണ് കേട്ടോ ഗൈസ്. ഇങ്ങനത്തെ പെന്നാണ്. പിന്നെ ആ ബ്ലൂ കളർ പെന്ന് നിർത്തി, അത് ഞാൻ എടുക്കും. ഓക്കെ.
ഓക്കെ. പിന്നെ നമുക്ക് ഇടം എടുക്കാം. പിന്നെ ഗൈസ് 10 റബ്ബറാണ് കേട്ടോ. 10 റബ്ബറും പിന്നെ 1 കട്ട്. 2 ചേച്ചിക്കുണ്ട് 1 കട്ടർ നീലാട്ടോ. നമുക്ക് വേറെ എടുക്കാം. അടുത്തത് എന്താണ്? പെൻസിലാണ് ഗൈസ്. പെൻസിലാണ്. പിടിക്കണം അമ്മത് വേണ്ടല്ലോ. പിടിക്കണം. ഇത് റബ്ബർ പെൻസിലാണ് കേട്ടോ. എന്നാലും എൻ്റെ അമ്മ റബ്ബർ മേടിക്കും. എന്താ അറിയോ 10 റബ്ബർ ഞങ്ങൾ മേടിച്ചത്? 10 റബ്ബർ മേടിച്ചതിൻ്റെ കാരണം ഞങ്ങൾ രണ്ടാളും ഓരോ സ്കൂളിൽ വെച്ച്, ചിലവരൊക്കെ മറന്നു പോവില്ലേ, ചിലവരൊക്കെ സ്കൂളിൽ വെച്ച് മറന്നു. അതിനാണ് ഗൈസ്. ഓക്കെ, അടുത്തെടുക്കാം കേട്ടോ. പിന്നെ 2 സ്കെയിൽസ് അതുണ്ട്. അയ്യോ ഞാൻ വയ്ക്കാൻ അടുത്തത് എടുക്കാം. അടുത്തത് വലിയൊരു ഫയലാണ്. അത് എൻ്റെ ചേച്ചിക്ക് വേണമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. അല്ല ക്രാഫ്റ്റ് പേപ്പർ അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെക്കാം. നെക്സ്റ്റ് 3 മാത്സ് ബുക്ക് കേട്ടോ. മാത്സ് ബുക്ക് എന്നാ എനിക്കറിയാം. ഇത് മാത്സ് ബുക്കാണ്.